പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ. വിക്രമും വേദയും ശ്രീജയും വിശ്വനും കൂടി ആ മുറി ക്ലീൻ ചെയ്യുന്നുണ്ട്. അന്നേരം കാലിന്മേൽ കാലുമിട്ട് നന്ദിനി സുഖമായിരിക്കുക. ഇത് കണ്ട് വേദ അങ്ങനെ നന്ദിനി സുഖമായിട്ട് ഇരിക്കണ്ട. വേദ നേരെ വിനായകനോട് പോയി പറയുന്നുണ്ട് ജോലിയിൽ കൂടെ സഹായിക്കാൻ നന്ദിനി ഏട്ടത്തിയോട് പറയാനായി. കൂടെ വിനായകനെ ചെറുതായൊന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അന്നേരം വിനായകൻ പറയുക അതിനെന്താ നന്ദിനി അവരുടെ കൂടെ പോയി ഈ ജോലി ചെയ്യേ. അന്നേരം നന്ദിനി പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല. അന്നേരം വേദ കുറച്ച് നന്ദിനിയെ നോക്കുന്നുണ്ട്. അന്നേരം വിനായകൻ പറയുക ഞാനാ പറയുന്നത്, നീ പറയുന്നത് അനുസരിച്ചാ മതി. അവരുടെ കൂടെ പോയി ജോലി ചെയ്യാനാ നിന്നോട് പറഞ്ഞത്. ഇത് കേട്ട് നന്ദിനി വാശിയോടെ പറയുക പറ്റില്ല പറ്റില്ല പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ പോയി ചെയ്തോ, എന്നെ വിളിക്കണ്ട. ഇത് കേട്ട് വിനായകൻ വേദനെ നോക്കുന്നുണ്ട്. അന്നേരം വേദ ഭീഷണമായി വിനായകനെ നോക്കുക. എന്നിട്ട് വേദ പറയുന്നുണ്ട് അല്ല അനുസരണയുള്ള ഭാര്യ. അത് കേട്ട് വിനായകന് ദേഷ്യം വരുന്നുണ്ട്. നന്ദിനിയോട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുക എടി നിന്നോടാ പറഞ്ഞത് അവരെ പോയി സഹായിക്കാൻ. അന്നേരം നന്ദിനി കുറച്ച് മനസ്സോടെ തന്നെ പറയുന്നുണ്ട് ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അവിടെ അത്രയും പേരുണ്ടല്ലോ, കൂടെ ഇവളും. ഇനി ഞാനും കൂടെ പോയി ജോലി ചെയ്യാത്തതിന്റെ കുറവേ ഉള്ളൂ. നിങ്ങൾ വേറെന്തെങ്കിലും പറയേ. ഇത് കേട്ട് വിനായകന് ദേഷ്യം വരുക. ഉടനെ നന്ദിനിയുടെ കവളത്ത് ഞടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക പറഞ്ഞ അനുസരിക്കില്ല അല്ലേടി, അവരെ പോയി സഹായിക്കാനാ പറഞ്ഞത്. നേരം നന്ദിനി അമ്പരന്ന് വിനായകനെ നോക്കുന്നുണ്ട്. നേരം വേദ ചിരിച്ചുകൊണ്ട് നന്ദിനിയെ നോക്കുക. ഉടനെ നന്ദിനി പറയുന്നുണ്ട് ഇവളുടെ വാക്ക് കേട്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്നെ അടിച്ചത്. ഇതിന് ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. നീ നോക്കി ചിരിക്കണ്ടടി, നിനക്കുള്ള പണി ഞാൻ തരും. ഇത്രയും പറഞ്ഞിട്ട് നാണം കെട്ട് വിക്രമിന്റെ പുറയിലോട്ട് പോകുന്നുണ്ട്. അന്നേരം വിനായകനെ നോക്കി ചിരിച്ചിട്ട് വേദയും അങ്ങോട്ട് പോവുക. അന്നേരം വിക്രമും ശിവനും ശ്രീജയും നന്ദിനിയെ കണ്ട് നോക്കുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ വെള്ളം ഒഴിച്ച് ചൂലെടുത്ത് തറ അഴുകുന്നുണ്ട്. അന്നേരം ഇത് കണ്ട് വേദ അവരെ നോക്കി ചിരിക്കുക. നന്ദിനി അന്നേരം ദേഷ്യത്തോടെ അവരുടെ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അന്നേരം ശ്രീജയും വിശ്വനും വിക്രമും തെന്നി മാറുന്നുണ്ട്. അന്നേരം നന്ദിനിയുടെ ഈ പ്രവൃത്തി കണ്ട് വേദയും വിക്രമും പരസ്പരം നോക്കി ചിരിക്കുക. അതുപോലെ ശ്രീജയും വിശ്വനും ഒന്നും ചെയ്യാതെ ഒതുങ്ങിക്കൂടിയിരുന്ന നന്ദിനിക്ക് വേദ 8ന്റെ പണി കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആ മുറിയിൽ ആടുള്ള ജോലി ഇവിടെ വൃത്തിയാക്കുക എന്നതായിരുന്നു. അത് വേദ നന്ദിനിയെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അവസാനം അവിടെ നിവർത്താനാവാതെ നന്ദിനി പതിയെ മുറിയിലോട്ട് വന്നിരിക്കുന്നുണ്ട്. അന്നേരം അവിടേക്ക് വിനായകൻ വരുക. ദേഷ്യത്തോടെ കണ്ണു ഉരുട്ടിപ്പിടിച്ച് വിനായകനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക വേദയുടെ വാക്കും കേട്ട് നിങ്ങൾ എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു, ഇതിന് നിങ്ങൾക്ക് തരും, മറക്കില്ല ഈ നന്ദിനി. നിങ്ങൾ ഒരു ഭർത്താവാണോ. അത് കേട്ട് വിനായകൻ നന്ദിനിയുടെ അരികെ പോയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ. വേദയുടെ മുന്നിൽ വെച്ച് നീ എന്നെ എതിർത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞ വാക്ക് നീ കേട്ടില്ല. ആ ദേഷ്യത്തില ഞാൻ നിന്നെ തല്ലിയത്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇത്രയും പാടുള്ള ജോലിയാണ് എന്നെ കൊണ്ട് അവര് ചെയ്യിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നോ. നീ അങ്ങോട്ട് തിരികെ, ഞാൻ വേണമെങ്കിൽ എണ്ണയിട്ട് തടവി തരാം. ഇത് കേട്ട് നന്ദിനി പറയുക വേണ്ട വേണ്ട, അങ്ങനെ സോപ്പൊന്നും ഇടണ്ട, ഇവിടെ നിന്ന് പോയി തന്നാ മതി. എന്റെ ജീവൻ എടുക്കാനായി ഈ നശിച്ച വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോയാ മതിയായിരുന്നു. ഇറങ്ങി പോവാനാ പറഞ്ഞത്. നന്ദിനി കാലിതുള്ളി വിനായകനോട് പറയുന്നുണ്ട്. നേരം അടങ്ങാത്ത ദേഷ്യം ഉള്ളിൽ ഒതുക്കി നന്ദിനി പറയുന്നുണ്ട് എടി വേദേ, നീ അധിക നാള് ഈ വീട്ടിൽ രാജ്ഞിയായി ജീവിക്കില്ല. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി, എല്ലാവരുടെയും സ്നേഹഭാചനമായി നീ ഇനി അധിക നാൾ ഇവിടെ തുടരില്ല. ഇതിനെന്ത് വേണോന്ന് എനിക്കറിയാം. എന്നിട്ട് വേദ വിനായകനെ കൊണ്ട് കൂലി ചെയ്യിക്കുന്നുണ്ട്. ആ കട്ടിൽ വിശ്വനും വിനായകനും കൂടി മുറിയിൽ കൊണ്ട് ഇടുന്നുണ്ട്. വിക്രമിന്റെ മുറി എല്ലാവരും ചേർന്ന് അടിപൊളിയാക്കുന്നുണ്ട്. പുതിയൊരു റൂമാക്കി വേദ അതിനെ മാറ്റുക. ഇത് കണ്ട് കമലവും സുധാകരൻ മാഷിനും ഇത്തിരി സന്തോഷാവുന്നുണ്ട്. മക്കൾ ഒത്തൊരുമയോടെ ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് കണ്ട് ആ മനസ്സ് നിറയുന്നുണ്ട്. അവരുടെയും മനസ്സിൽ ഒരു കുളിർമഴ പെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്നും ഈ ബന്ധം ഇങ്ങനെ നിലനിൽക്കണമെന്ന് വിക്രം പഴയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് മനസ്സുകൾ കൊതിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമിന് ഇത്തിരി സന്തോഷാവുന്നുണ്ട്. അച്ഛന് തന്നോടുള്ള മനോഭാവത്തിന് മാറ്റം വന്നു എന്ന് വിക്രമിനും തോന്നുന്നുണ്ട്. അന്നേരം ഈ സന്തോഷങ്ങളെല്ലാം കെടുത്താനായി ശ്രീകാന്തും വിനായകനും ഒറ്റക്കെട്ടായി ചേർന്ന് അഭിലാഷിനെ കൊണ്ട് വിക്രമിനെ ഇല്ലാതാക്കാനായി പദ്ധതികൾ മെനയുന്നുണ്ട്. അഭിലാഷിനെ ഏർപ്പാട് ചെയ്ത് വിക്രമിനെ കയ്യിൽ കിട്ടാനായി അഭിലാഷ് കാത്തിരിക്കുന്നുണ്ട്. നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് വൈകിട്ട് നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോണം. മോമ്പോയി കുളിച്ച് റെഡി ആയിട്ട് വാ, അപ്പോഴേക്കും ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇത് കേട്ട് വിക്രമിനും ഒത്തിരി സന്തോഷാവുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ സുന്ദരമായ നിമിഷങ്ങൾ ഇതാണെന്ന് വിക്രം അറിയാതെ തന്നെ തോന്നുന്നുണ്ട്. അങ്ങനെ വേദയും വിക്രമും ഒരുമിച്ച് അമ്പലത്തിലോട്ട് പോവുക. ഇത് കണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക. അമലവും സുധാകരൻ മാഷും ഇതെല്ലാം കണ്ട് അസൂയ മൂത്ത് നന്ദിനി നിൽക്കുന്നുണ്ട്. അമ്പലത്തിലോട്ട് പോവാൻ നേരം ബൈക്കിലിരുന്ന് വിക്രം വേദനെ കണ്ണാടിയിലൂടെ നോക്കി ആസ്വദിക്കുന്നുണ്ട്. അന്നേരം ചിരിച്ചുകൊണ്ട് വേദ വിക്രമിനെ നോക്കുക. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം വേദ വിക്രമിനോട് പറയുക അതെ, കണ്ണാടിയിലൂടെ എന്റെ മുഖം നോക്കാതെ റോഡിൽ നോക്കി വണ്ടി ഓടിക്ക്, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലും പോയി വീഴും. നേരം വിക്രം ചിരിച്ചുകൊണ്ടിരിക്കുക. ക്ഷേത്രനടയിലെത്തി രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോയി പ്രസാദം മേടിക്കുന്നുണ്ട്. രണ്ടുപേരും കൈകൂപ്പി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിക്രമിന്റെ ജീവൻ ഒരാപത്തും വരുത്തരുതെന്നും എല്ലാ പ്രശ്നങ്ങളും മാറി വിക്രം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ വിക്രം എന്റെ ജീവിതത്തിലെ സന്തോഷം ഒരിക്കലും കെട്ടുപോവാതെ ഏതയോടൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം വിക്രമിന്റെ ഉള്ളിലും ഉടലെടുക്കുന്നുണ്ട്.
ചെറിയൊരു പ്രാർത്ഥനയും വിക്രമിന്റെ മനസ്സിലുണ്ട്. അങ്ങനെ പ്രസാദം മേടിച്ച് വേദ വിക്രമിനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അനുസരണയോടെ സ്നേഹത്തോടെ ആര്യ എന്ന ചിന്തയോടെ വിക്രം വേദനെ പ്രണയാത്രമായി നോക്കുന്നുണ്ട്. നേരം വേദയും വിക്രമിനെ നോക്കി ചിരിക്കുക. രണ്ടുപേരും പ്രസാദം തൊട്ട് തിരികെ നടന്നു പോകുന്നുണ്ട്. അന്നേരം വേദ ആലിന്റെ ചുവട്ടിലെത്തുമ്പോ വിക്രമിനോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ എന്റെ പറഞ്ഞിരിക്കാന്നേ. ഇത് കേട്ട് വിക്രം തിരിച്ചുകൊണ്ട് വേദയുടെ അരികിലോട്ട് ഇരിക്കുന്നുണ്ട്. നേരം ഇത് വിക്രമിനോട് ചോദിക്കുക, നിങ്ങൾക്ക് നമ്മുടെ വീട് നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ ആകണമെന്ന് ആഗ്രഹമില്ലേ? ഇത് കേട്ട് പെട്ടെന്ന് വിക്രം വേദേനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ആഗ്രഹം ഉണ്ടാന്ന് ചോദിച്ചുണ്ട്, ഇല്ലാന്ന് ചോദിച്ചാ ഇല്ല. അതാ ഇപ്പോ എന്റെ അവസ്ഥ. ജീവിതം പല വഴിയിലൂടെ എന്നെ യാത്ര ചെയ്യിപ്പിച്ചു. ഇപ്പോഴിതാ ഇവിടെ എത്തി നിൽക്കുന്നു. ഇനി എങ്ങോട്ടെന്നറിയില്ല. അന്നേരം ഇത് പറയുന്നുണ്ട്, ആ ജീവിതം ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. ആ കുട്ടിക്കാലവും ആ ഓർമ്മയും സന്തോഷമുള്ള ഇനങ്ങളുമെല്ലാം നിങ്ങൾക്ക് മറക്കാനാവോ? ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇത് കേട്ട് വിക്രമിന്റെ മനസ്സ് തുറക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, നീ പറഞ്ഞത് ശരിയാ, അങ്ങനെ ഒരു വീടായിരുന്നു ഞങ്ങളുടേത്. സന്തോഷവും കളിയും ചിരിയും. പക്ഷേ നേരം വേദ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനാവോ? അപ്പോഴും ആ വീട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ജപ്തിയുടെ വക്കിലായിരുന്നു. ഏത് നിമിഷവും നഷ്ടപ്പെടാം. ആ വീട് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണ്ടേ? നേരം വിക്രം പറയുന്നുണ്ട്, വേണം, ആ വീട് നഷ്ടപ്പെടാൻ പാടില്ല. നിരവേദ പറയുക, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണം, ശരിയാക്കി എടുക്കണം, വീട് സ്വന്തമാക്കണം. ഈ മണ്ഡലമാസം അതിനൊരു നിമിത്തമാവണം. എല്ലാ തരം കൂട്ടുകെട്ടും ഈ വ്രതമാസം കഴിയുന്നതോടെ അവസാനിക്കണം. അതിനെ ഞാനും സഹായിക്കാം. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി. ഞാൻ തീരെ വിക്രമാക്കി അച്ഛന്റെ അമ്മയുടെയും കയ്യിലോട്ട് നിങ്ങളെ കൊടുക്കും. അതാ എന്റെ ആഗ്രഹം. അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് വേദയുടെ മുഖത്ത് നോക്കി പറയുക, ഞാൻ എന്റെ ഒരു അനുഭവം പറയട്ടെ. അന്നേരം വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. അന്നേരം വിക്രം പറയുക, എപ്പോഴൊക്കെ ഞാൻ നിന്നെ വെറുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ എന്റെ ജീവിതത്തിൽ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നത് എന്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളുമാണ്. അവർക്കൊരിക്കലും ഞാൻ സന്തോഷം കൊടുക്കാനായിട്ടില്ല. ഇപ്പോ നിനക്കും എനിക്കത് തരാൻ പറ്റുന്നില്ല. എല്ലാവർക്കും സങ്കടങ്ങൾ മാത്രമേ ഞാൻ നൽകിയിട്ടുള്ളൂ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്നാ ഇനി അങ്ങോട്ട് അതൊക്കെ മാറാൻ പോവുക. ആ പഴയ സന്തോഷവും സ്നേഹവും എല്ലാം തിരിച്ചു പിടിക്കണം. എന്നിട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം നിങ്ങൾ. അതാ എന്റെ ആഗ്രഹം. നേരി വിക്രം നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത്രയും നാളും തോന്നാത്ത ചിന്തകൾ മനസ്സിൽ വിക്രമിന് തോന്നുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് ഏതേയുമൊത്ത് പുതിയൊരു ജീവിതം തുടങ്ങാൻ വിക്രം ആ നിമിഷം മുതൽ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അന്നേരം വേദ വിക്രമിനോട് പറയുക, ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ സത്യം പറയണം. അപ്പൊ നിങ്ങൾ സ്വാമിയാണ്, അതുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. ഇത് കേട്ട് വിക്രം വേദനെ നോക്കുക. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോടിപ്പോ പണ്ടത്തെ ആ ദേഷ്യവും ഒരു ശല്യമെന്ന തോന്നൽ ഇപ്പോഴും ഉണ്ടോ? അതോ എന്നെ കുറിച്ചുള്ള മനോഭാവത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇത് കേട്ട് വിക്രം ഒരു നിമിഷം ഒന്നും പറയാതെ നിൽക്കുക. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, സത്യം മാത്രമേ പറയാവൂ? എന്തായാലും പറഞ്ഞോളൂ. അന്നേരം വിക്രം പറയുന്നുണ്ട്, എനിക്കിപ്പോ നിന്നോട് എനിക്കറിയാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. നിന്നോട് ദേഷ്യവും വെറുപ്പും അന്നും ഇന്നും തോന്നിയിട്ടില്ല. സഹതാപവും എനിക്ക് എന്നോട് തന്നെ ദേഷ്യമാണ് തോന്നിയത്. എന്നെ ഒരിക്കൽ പോലും ഞാൻ വെറുത്തിട്ടില്ല. അത് കേട്ട് വേദയ്ക്ക് സന്തോഷാവുന്ന ചിരിയോടെ വിക്രമിനെ നോക്കുന്നു. അന്നേരം വിക്രം വേദയും സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരികെ വരുക. അന്നേരം വിക്രമിന്റെ മുന്നിൽ ശ്രീകാന്തിന്റെ കാർ കൊണ്ട് നിർത്തുക. ഇതിനെ തടയുന്നുണ്ട്. അന്നേരം വിക്രവും വേദയും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. നേരം അഭിലാഷും മറ്റൊരാളും കൂടി കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. വിക്രമിനെ തല്ലാനായി ആയുധങ്ങളും കയ്യിലിരിക്കുന്നുണ്ട്. നേരം ഇത് കണ്ട് വിക്രവും വേദയും അവരെ നോക്കുന്നുണ്ട്. പേടിച്ചു വിറച്ചതുപോലെ വേദ നിൽക്കുക.